ഹലോ, നീ എവിടെറായി? ഞാൻ സുരേന്ദ്രായി കടയിൽ. നീ ആ സാധനം മേടിച്ചെൻ്റെ പൈസ ഇങ്ങോട്ടിരാത്തുണ്ട്. അത് നിൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണം. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ നീ ഫോൺ എടുക്കൂലല്ലേ. ഇന്ന് വൈകിട്ട് തന്നെ കൊണ്ടുവരണം പൈസ. നീ ഇവിടെ വന്ന് നിനക്ക് എന്താണ് അരി മേടിക്കാൻ പൈസ ഇല്ല, വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് കുറേ ദിവസമായി എന്നൊക്കെ പറഞ്ഞില്ലേ, നീ ഇവിടെ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയാ. നിനക്ക് സാധനം തന്നിട്ട് ഇപ്പോൾ പൈസ ഇല്ല, ഞാൻ വിളിച്ചാൽ നീ എടുക്കൂല. ഇന്ന് വൈകിട്ട് എൻ്റെ പൈസ കിട്ടണം കേട്ടാ. ഓരോരുത്തന്മാർ വന്ന് പറ്റിക്കൊണ്ട് പോകും, പൈസയും കൊണ്ട് തരൂലേ. എന്നെ കാണുമ്പോഴേ പൊളിച്ച് നടക്കുന്നല്ലേ, അവരുടെ വീട് എനിക്കറിയാം. എന്നെ കുറേമാർ ഇതുപോലെ പറ്റിച്ചാണ്. അതെ, അത് ഞാൻ കാണുമ്പോൾ അവൻ്റെ അടുത്ത് പറയാം ഞാൻ. ഓ എന്താ കയ്യിൽ ഇപ്പം എന്തെങ്കിലും പൈസ ഇല്ല, കിട്ടുമ്പോൾ തരാം. അത് ശരി, അപ്പം നിൻ്റെ കയ്യിലും പൈസ ഇല്ല. പൈസ ഇല്ലാതെയാണ് മേടിച്ച് നക്കിയത്. അണ്ണാ ആ പൈസ ഞാൻ തരാം. അണ്ണ അങ്ങനെയാണെങ്കിൽ 1 കിലോ കോതമ്പാവും 1/2 കിലോ പഴവും 2 പപ്പടവും അണ്ണൻ്റെ പറ്റിലൊന്ന് മേടിച്ചാണ്. അണ്ണാ വീട്ടിലെ അവസ്ഥ വളരെ മോശമെന്ന്. അണ്ണാ എൻ്റെ പറ്റ് പുള്ളിക്കാരൻ തരും. അണ്ണാ കൊടുക്കൂലേ? ഓ ഞാൻ കൊടുക്കാം. എൻ്റെ പറ്റ് മൊത്തം തരും കേട്ടോ. ഞാൻ തരാം, അണ്ണാ പൈസ ഞാൻ തരാം. 100-150 രൂപയുടെ കേസ്. സുരേണ്ണ ഒരു വെള്ളേ. അണ്ണാ മറ്റേ അണ്ണൻ്റെ പൈസ കൊടുക്കണമെങ്കിൽ എൻ്റെ പൈസയും കൂടെ കൊടുത്തേക്കും. ഒരു എന്തോ വെള്ളത്തിൻ്റെ ഒരു കേക്കിൻ്റെ. പോടാ, മനുഷ്യർ തമ്മിൽ സ്നേഹവും സാഹോദര്യമാണ് ഉണ്ടാകേണ്ടത്. പണത്തിലൊന്നും ഒരു കാര്യമില്ലടാ, പൈസ വരും പോവും. നീ ധൈര്യമായിട്ട് പോ. അണ്ണാ ഞാൻ തരാം. അണ്ണാ എൻ്റെ പൈസ ഈ എണ്ണം തരും. അണ്ണാ പോട്ടെ. ഓ എത്രയാണ് എല്ലാം കൂടാ? അമ്മാർ രണ്ടുപേരല്ലേ, എല്ലാം കൂടെ നോക്കട്ടെ. എല്ലാം കൂടെ 3200. 3200 രൂപ? ചെറുകടിയും വെള്ളവും ഗോതമ്പും അവനോ? നിങ്ങൾ എന്തിനായി പറയുന്ന? നീ എന്താടേ പറയുന്ന? അവന്റെ 6 മാസത്തെ പറ്റാണ്, മൊത്തം നീ തരാന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തോന്ന്, നീ കുറെ നേരമായിരുന്നു ഇവിടെ വലിയ ഞെളിച്ചിലായിരുന്നല്ലോ. മനുഷ്യത്വം മറ്റേതാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ തന്നിട്ട് പോയാൽ മതിയുടെ. അണ്ണാ 100-200 വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 3200 എന്നൊക്കെ പറയുന്നത്. നീ കൂടുതൽ സംസാരിക്കാനും വേണ്ട, പൈസ തന്നിട്ട് പോയാൽ മതി. ഇരിയുടെ അവിടെ. പിടിയിലാവനാ എന്റെ പൈസ തരാന്ന് പറഞ്ഞിട്ട്. ഈ നായിന്റെ മക്കൾ എന്നെ എങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകണോ എന്തോ. താങ്ങി ഇരുന്ന അങ്ങനെ, ഇനി വേറെ പണികളുള്ളതാണ്. പെട്ടെന്നാവട്ടെ. ആ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകിയിട്ട് വേണം മഴ വരുന്നതിന് മുമ്പ് ആ തുണിയൊന്ന് കഴുകിയിടാൻ. ഞാൻ 400 രൂപ കട്ട കിട്ടും. ഓഹോ, അജിത്ത് തരാമെന്ന് പറഞ്ഞു. അജിത്ത് ഭയങ്കര തേപ്പ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പൈസ തരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മേടിക്കായിരുന്നു. അണ്ണാ ഇവനൊക്കെ വേണ്ടിയാണ് ഞാനീ കിടന്ന് കലം കഴുകുന്നത്. എന്നിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യാതെ കട്ടക്കിടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നന്ദിയില്ലാത്തവന്മാർ. ഇവനൊക്കെ വേണ്ടിയാണ്